നോയാണേ. ഇനി രാത്രി പുറത്തു വിടത്തില്ല കേട്ടോ. മഴയും ചുറ്റും ഒരുപാട് സഹപാഠികളുണ്ട്, പൂവാലന്മാർ കേട്ടോ. അമ്മ മുന്നിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് സമയം കള കേട്ടോ, അല്ലേ? ദേശീയഗാനം കേൾക്കാൻ നിൽക്കുന്നവർക്ക് ആരും ഇപ്പം ഉണ്ടോ? എന്താ ഭംഗി നോക്കിയ ചിരിക്കണം, ചിരിയുണ്ടോ? ചിരിക്കുന്നില്ലേ? അതേ ഈ ചിരിക്ക് കൊടുക്കണം മാർഗം. അവനെ പുറത്തു പോകണം, അതിന് വേണ്ടി സോപ്പിടുന്ന എന്നെ കേട്ടാ. എന്നെ കുറച്ചൊന്ന് സോപ്പിട്ടു വിട്ടാലേ ശരിയാവത്തില്ല. കുഞ്ഞു മഴയേ ഉള്ളൂ, പിന്നെ ചെളിയും. മിറ്റം മാത്രമേ ഉള്ളൂ, പിന്നെ പ്രശ്നമില്ല കേട്ടോ. അവൻ അപ്പുറത്തോട്ട് പോകും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ അപ്പുറത്തോട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റാലിക്കുള്ള ആൾക്കാരുണ്ട് അവിടെ. ഒരു പെങ്കൊച്ചും. അവിടെ ഉമ്മയൊക്കെ കൊടുക്കുവാണോ? എനിക്കുണ്ടോ ഉമ്മ? ഇനി വന്നേ, ഇനി വന്നേ, കം 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 കം. അമ്മയുടെ പൊന്നാരിക്കുട്ടി ഇനി വന്നേ, ഞാൻ ചോദിക്കട്ടെ. ഇല്ലേ? വാടാ, ഇനി വന്നേ, വാടാ മുത്തേ, അമ്മയുടെ പൊന്നാരി ഇനി വന്നേ, ചോദിക്കട്ടെ. ഇനി വന്നേ, ഇത് കണ്ട അമ്മ കുഞ്ഞു വരുന്നുണ്ടോ? ചെച്ചുകുട്ടി ഇനി വന്നേ മോനെ. തക്കടുവാവേ, തക്കടുവാവേ ഇനി വന്നേ. ചെച്ചു, ചെച്ചുകുട്ടിയേ. ഓ, അവളന്നേരം അങ്ങ് ചൊറിച്ചിലിൻ്റെ ആളാ. ഇവിടെ വാടി, ഇന്നത് വാടാ, ഇവിടെ വാടാ, ഇവിടെ വന്നേ. കം 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 കം. പുറത്ത് പോണോ? പുറത്ത് പോണോ? പോണോ? അയ്യടാ, വരാൻ പറഞ്ഞപ്പോൾ അവന് വരത്തില്ല. അവൾക്ക് മഴയായി കഴിഞ്ഞാൽ വരണമെന്നും പോകണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇവൻ നേരെ തിരിച്ച. മഴയുള്ളപ്പോൾ അവന് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല. പകലൊക്കെ ഇപ്പം രാത്രിയായപ്പോൾ അവൻ എന്നിട്ട് പോകാൻ നിൽക്കുന്നു. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലൊരു ഡോഗ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ബ്ലാക്ക് ആയിരുന്നേ, ജൂലി എന്ന് പറഞ്ഞിട്ട്. അപ്പനെ മണർകാട് ഷാപ്പിൽ നിന്നപ്പം അവിടുന്ന് തീർത്ത് പോന്നപ്പോൾ അവിടുന്ന് ഒരു പട്ടിക്കുഞ്ഞിനെയും കൊണ്ട് വന്ന കേട്ടോ. ഇതുപോലെ കുള്ളൻ ടൈപ്പായിരുന്നു കേട്ടോ, നല്ല രോമമൊക്കെ ആയിട്ട്. പക്ഷെ അതോ അവിടുന്ന് ബസ്സിന് കയറ്റിക്കൊണ്ടാട്ടോ ഒരു വേസ്റ്റ് ബോട്ടിലിട്ട് അതിൻ്റെ രോമമൊക്കെ പോയിട്ട് ഞങ്ങൾ പത്രമോ ഇലയോ ഏതാണ്ടൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ അതിനെ പുറത്തിറക്കിയിട്ട്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഇന്നത്തെ വിവരം അന്നില്ല കേട്ടോ. അതിനെങ്ങനെ നോക്കിയെടുക്കണമെന്നോ ഭക്ഷണം കഴിക്കണു, കൊടുക്കണു, നമ്മളങ്ങനെ അതിൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അതിനെ പൂട്ടിയിടുന്നു, ജസ്റ്റ് ഇറക്കി വിടുകയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നൊക്കെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് സൗകര്യത്തിലായിരിക്കും അത് വളരണേന്ന്. അത് അന്തക്കാലം, ഇരിന്തക്കാലം. അല്ല ചച്ചുകുട്ടി, കൊച്ചിന് പോകണോ പുറത്ത്? വേണ്ടല്ലോ. അപ്പം കയറി കിടന്നു കേട്ടോ. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ മിണുമിണൂ നിൽക്കുക. ടിക്സിൻ്റെ മരുന്ന് തേക്കാറായെന്ന് തോന്നുന്നു. 6 മാസത്തിൽ കൂടുതൽ ഇപ്പോഴത്തെ മരുന്ന് നിൽക്കുന്നില്ല. തുടക്കത്തിലൊക്കെ കുറേ നാളുണ്ടായിരുന്നു കേട്ടോ, ഒരു 7-8 മാസമൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇല്ലയെന്ന് തോന്നുന്നു. ഉണ്ടോ ശപ്പാടി ചോദിച്ച് മേടിക്കുന്നു കുട്ടി രാക്ഷസി. ഇനിയും വേണോ? അവൻ പോകാനുള്ള ഇതിലാണ്, രണ്ട് പരിപാടിയിലാണ്. ഓ, അമ്മയ്ക്ക് എന്നാ കൊടുത്തത്? കുഞ്ഞിന് വേണോ? കുഞ്ഞിന് വേണോ? കുഞ്ഞിന് വേണോ? തടാലോ, തരാട്ടോ. ഞാനേ ചില തഴം കഴിച്ചതാണ്. ചക്കുകുരു മാങ്ങ ഉണ്ടായിരുന്നു, കൂട്ടത്തിൽ മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു, കുറച്ച് ബീഫും ഉണ്ടായിരുന്നു. ഇതിന് വേണ്ടിയാണ് ഈ 2 എണ്ണം വന്ന് നിൽക്കുന്നത്. കൊടുത്തേക്കാട്ടോ. പോകാനുള്ളവർക്ക് തത്രപ്പാടിൽ അവനിങ്ങനെ മറന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നു പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു, അപ്പൻ കൊണ്ടുവന്നു, ജൂലി. അത് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് അത്യാവശ്യം എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ അത് ഇടയ്ക്ക് ആ പരിചയമില്ലാത്തവരെ കടിക്കില്ല, മേത്തോട്ട് കയറി കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവനെ തിണ്ണെ പൂട്ടിയിട്ടേക്കുമായിരുന്നു കേട്ടോ. പൂട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു കൊച്ച്, എൻ്റെ പേര് ഉണ്ണീന്നാട്ടോ, ഗോപിച്ചൻ്റെ കൊച്ച്. അപ്പോൾ അവനെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പം നമ്മുടെ മുറ്റത്തോടെ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പം മേത്ത് ചാടി കയറി കേട്ടോ നമ്മുടെ ജൂലി.
ജൂലി വേത്തി ചാർജ് ചെയ്ത് കഴിഞ്ഞ് പാവം പേടിച്ച് ഇവൻ എന്നായെന്നറിയാവോ ഈ പട്ടിയുടെ വായ അങ്ങ് പൊത്തിപ്പിടിച്ചു. ഈ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് മുറുക്കെ പിടിച്ചു. എന്നിട്ട് ഇവൻ കിടന്നുകൊണ്ട് വിളിയോട് വിളി. അപ്പം നമ്മുടെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു കേട്ടോ. അന്നേരം അപ്പം നേരെ അക്കരെ അവൻ്റെ വീട്. വിളിയും കാർച്ചയും കേട്ടുകൊണ്ട് അവൻ്റെ അമ്മ ശോഭന ചേച്ചി ഓടി വന്നു കേട്ടോ. ഓടി വന്ന് പെട്ടെന്ന് അവർക്കറിയാം ഇവൻ കടിക്കാനുള്ളതല്ല കളിക്കാനാണ്. എന്നിട്ട് പെട്ടെന്ന് അവൻ ഓടി പുള്ളിക്കാരി വന്നു കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ ഇവൻ എന്നാ പറഞ്ഞറിയാവോ ഒരു തെറി അങ്ങ് പറഞ്ഞു കേട്ടോ. എന്നിട്ട് പറഞ്ഞു ഈ കാര്യം ആരോടെങ്കിലും മിണ്ടിക്കഴിഞ്ഞാണല്ലോ ഞാൻ നിന്നെ ശരിയാക്കി കറിയും തള്ളേ എന്നോട്ട് ഒരു തെറി കേട്ടോ. അപ്പോൾ അവനാ ഒരു പ്രായം അതാ കേട്ടോ. അവനൊരു ഭയങ്കര നാണക്കേടും മാനക്കേടും ആയിപ്പോയി കേട്ടോ. അത് ശോഭന ചേച്ചി എന്നിട്ട് അമ്മയോട് പറഞ്ഞു എൻ്റെ മേരി ചേച്ചി പട്ടിയുടെ വാ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അവനെ രക്ഷപ്പെട്ടു പോകാനല്ലോ നോക്കിയത്. എന്നെ തെറി പറഞ്ഞിട്ട് പറയാം ഇതാരോടെങ്കിലും പറഞ്ഞിട്ടാ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ ഓർക്കൂട്ടോ അവൻ്റെ കാര്യം. ഇപ്പം അവൻ വലുതായി കേട്ടോ. വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞ് സ്വന്തമായിട്ട് പെണ്ണുമ്പിള്ളയ്ക്ക് പാർലറൊക്കെ ആയിട്ട് സെറ്റിലായി കേട്ടോ. മെടുക്കാനാണ് നല്ല കഴിവൊക്കെ ഉണ്ട്. അവന് സ്റ്റേജ് ഡെക്കറേഷനോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളോ ഒക്കെ ആയിട്ട് നടക്കുന്നു. അപ്പം ഞാൻ ഓർക്കും ഇവരെയൊക്കെ കാണുമ്പം ആ ജൂലീനെ ഓർക്കും കേട്ടോ. ഇതേപോലെ കുഞ്ഞായിരുന്നു കേട്ടോ. പൊക്കം കുറഞ്ഞ ടൈപ്പായിരുന്നു. പക്ഷെ രോമം ഉണ്ടായിരുന്നു. തീർന്നു. എന്ത് രസമല്ലേ ഇവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കണത്. എത്രത്തോളം സാധ്യമാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ കുഞ്ഞിലേ പോലും നമ്മളിങ്ങനെ കൊടുത്ത് ഇവരുടെ വയറൊക്കെ അതൊരു പരിചയമായില്ലേ എന്ന് ഓർക്കുമ്പോൾ ഞാനങ്ങ് കൊടുക്കും. അവർക്ക് എന്നെ ഇഷ്ടമാണെന്ന് നോക്കി ഇങ്ങനെ കിട്ടണത്. അത്താഴമൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ ഇവരുടെ. സന്ധ്യയായപ്പോഴാണ് കഴിഞ്ഞ്. അപ്പം എൻ്റെ വീതം മേടിച്ച് തിന്നുന്ന തീറ്റയാട്ടോ. എൻ്റെ ദൈവമേ, അടുത്ത ജന്മം ഇതുപോലെയൊക്കെ ഇവരെയൊക്കെ തന്നെ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ ആലോചിക്കും. എൻ്റെ ഒപ്പം ആയുസ് ഇവർക്ക് കൊടുക്കുമായിരുന്നു. എൻ്റെ കാറ്റ് പോകുമ്പോൾ ഇവരുടെയും കാറ്റ് പോയാൽ മതിയായിരുന്നു. നോക്കിക്കേ, നമ്മുടെ മുഖത്ത് നോക്കി വർത്താനം പറയുന്നതല്ലേ ഈ വരവ് പോകുമെന്ന് ആലോചിച്ചേക്ക്. ഇതിലൂടെയൊക്കെ ഇത് പുറത്തു പോകണം. അതിനുവേണ്ടി ഈ മാതലും കുത്തലും. ഇനിയും തീർന്നു. കണ്ടോ എന്നെ ഇത് ചീനു. ഇത് തീർന്നു. അപ്പം ഇതല്ല ആവശ്യം. പുറത്ത് പോകണം. അതാകുമ്പോൾ വന്ന് കുത്തിയത് കാലിൽ വന്ന് കുത്തലും തോണ്ടലും ഒക്കെ അവന് പുറത്ത് പോകാനായിട്ട് കേട്ടോ. ഇപ്പം വിടൂല. വിട്ടാലേ അപ്പുറം സൈഡിലൊരു ഇഷ്ടം പോലെ ആൾക്കാരിട്ടത് പോകുന്നു. ഇനി ആ കഥകിൻ്റെ അവിടെ ചെന്നൊന്ന് നോക്കണം. അമ്മ പൊന്നിന് പോകണ്ട അല്ലേ അമ്മ കുഞ്ഞെ? അമ്മക്ക് ഉറങ്ങാം. പറഞ്ഞേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാന്ന് പറഞ്ഞേ.